ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ. ഇത് രാവിലെ തന്നെ എണീറ്റ് നമ്മൾ കഞ്ഞിക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിത് ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസൊക്കെ ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട ശേഷം തക്കാളിയും സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉപ്പ് ഒക്കെ ഇട്ട ശേഷം നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ചോറും നോക്കിയ ശേഷം നമ്മൾ കട്ടൻ ചായ ഒന്ന് വയ്ക്കാമെന്ന് വിചാരിച്ച്. ചായ എന്തായാലും രാവിലെ കുടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായ റെഡിയാക്കിയ ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ അപ്പം ഉണ്ടാക്കണം. അപ്പോൾ ഗ്രീൻ പീസും അപ്പമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട്. അപ്പോൾ നമ്മളത് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയ ശേഷം മോനെ പറഞ്ഞു വിടണം ക്ലാസ്സിലേക്ക്. അപ്പോൾ മോളെ ഇന്ന് ക്ലാസ്സിൽ വിടുന്നില്ല, അവളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ എനിക്ക് ഒന്ന് പള്ളിയിലും പോകണം, ആ ഹോസ്പിറ്റലിൽ നിന്ന് വരണ വഴിക്ക്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയും കൂടി ആയിട്ട് നമ്മൾ കലൂരും പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർക്കുക കേട്ടോ. അപ്പോൾ പപ്പമൊക്കെ ഉണ്ടാക്കിയ ശേഷം അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായിട്ട് പോകാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പോകാം കേട്ടോ. കാരണം നമ്മൾ ഒരു 11 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ മോനൊരു 10 മണിയൊക്കെ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, അവന് 10:30ക്കാണ് ക്ലാസ്സിൽ കയറേണ്ടത്. അവന് എക്സാം ഉണ്ട് നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ നേരത്തെ പോയി. ഞാനും മോളും കൂടി റെഡി ആയിട്ട് ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് കഞ്ഞി കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കുറേ നേരം. നല്ല മഴയും കാര്യങ്ങളൊക്കെ അപ്പോൾ കിടന്നുറങ്ങിയ ശേഷം നമ്മൾ വൈകിട്ട് എണീറ്റ് കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ കറി വെച്ച് അത് വറുക്കുകയും ചെയ്ത ശേഷം കുറച്ച് കായയും അച്ചിങ്ങയും കൂടി നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കി ചോറൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു ദിവസം.